അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു ട്രാവൽ ആർട്ടിക്കിളാണ്. ഇത് എഴുതിയിരിക്കുന്നത് അനിത നായരാണ്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ ആ ഒരു റെയിൻ അല്ലെങ്കിൽ മൺസൂൺ സീസണിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ചാപ്റ്ററിലേക്ക് ഒന്ന് നോക്കാം. The flight nosed into a cloud and we rocked with the turbulence outside. A peculiar silence crept among the passengers, most of whom were young men seeking the myriad hues of green pastures of Kerala, where it seems everything was in abundance but a labor force and rain. The plane rocked somewhere, and somewhere behind me a child wailed in fright. An elderly couple alongside, who had been chatting incessantly, was finally quiet. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവരൊരു ഫ്ലൈറ്റിൽ വരികയാണ്. ഫ്ലൈറ്റിന് ചുറ്റും ഇങ്ങനെ ക്ലൗഡ്സ് ആയിരിക്കുകയാണ്, അതായത് നല്ല ടർബുലൻ ക്ലൗഡ്സൊക്കെ, അതായത് നല്ല കറുത്ത് ഇരുണ്ട് ഒരു ക്ലൗഡ്സൊക്കെ ആയിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിനകത്തിരിക്കുന്ന എല്ലാവരും ഒട്ടുമിക്കവരും ഒരു യങ് മെന്നാണ്, അതായത് ഈ കേരളത്തിൻ്റെ പച്ചപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ വരുന്ന പാസഞ്ചേഴ്സുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബേക്കിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അടുത്തൊരു പ്രായമായ ഒരു കപ്പിൾസ് ഇരിപ്പുണ്ടായിരുന്നു. അവരെന്താണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നവരെ പെട്ടെന്നൊന്ന് ആകെ ക്വയറ്റ് ആയിരിക്കുകയാണ്. കാരണം ഈ ഒരു ക്ലൗഡ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു റെയിൻ ക്ലൗഡ്സൊക്കെ കാരണം അവരാകെ പേടിച്ച് നിൽക്കുകയാണ്. I wondered what the young men from the northern India, almost all of them in the uniform of the guest workers, jeans, t-shirt, wind cheater and sneakers, thought of this turbulent return to their workplace. The memory of the horrific floods in 2018 is still as vivid as they are frightening. എന്താണ്, അതിനകത്ത് കുറച്ച് നോർത്തേൺ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ആ ഒരു ഗസ്റ്റ് വർക്ക് യൂണിഫോമൊക്കെ ഇട്ട് അവരുടെ വർക്ക് പ്ലേസിലേക്ക്, അതായത് കേരളത്തിലേക്ക് അവർ ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ ടീഷർട്ടും ജീൻസും ആ ഒരു വിൻ ചീറ്ററും സ്നീക്കേഴ്സും ഒക്കെ ഇട്ട് അവർ തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന, ഒരു ജോലിക്ക് വേണ്ടി തിരിച്ചു വരുന്ന അവരൊക്കെ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് എന്താണ് ഈ 2018 ആ പ്രളയമാക്കി അതിൻ്റെ ദുരനുഭവങ്ങളൊക്കെ വന്ന് കാണും, അത് അവരെ പേടിപ്പെടുത്തിയിട്ടുണ്ടാകും എന്നൊക്കെയാണ് നമ്മുടെ റൈറ്റർ ചിന്തിക്കുന്നത്. All around me was fear and anxiety, which manifested as a rain in silence and a determined grip on the seat handles. I must have been the only passenger on that flight who was happy with the turbulence. An uneventful flight means good weather. So turbulence means just one thing, wind currents, and hence a monsoon. After all, I was traveling to Kerala to renew my acquaintance with the monsoon. For almost 6 weeks now, the southwest monsoon has been playing hide and seek. My daily calls to my parents would begin with the query, is it raining there? അപ്പോൾ എന്താണ്, അപ്പോൾ ഇവരുടെ ചുറ്റുമിരിക്കുന്ന എല്ലാവരും ഫിയർ കാരണം, ആൻസൈറ്റി കാരണം ഒക്കെ ഇങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആകെ സൈലൻസ് ഒക്കെയാണ്. ആ ഒരു എല്ലാവരും ഇങ്ങനെ സീറ്റിൻ്റെ ഹാൻഡിലൊക്കെ ഇങ്ങനെ പിടിച്ച് മുറുക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒരു ഫ്ലൈറ്റിനകത്ത് ഇവർ ചിന്തിക്കുന്നതാണ്, അവർ മാത്രമായിരിക്കാം ഒരു ഒറ്റ പാസഞ്ചർ, പേടിയില്ലാത്ത ഒരേ ഒരു പാസഞ്ചർ അവർ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഈ ടർബുലൻസിൽ ഹാപ്പി സന്തോഷമുള്ള ഒരേ ഒരു പാസഞ്ചർ അവർ മാത്രമായിരിക്കാം എന്നിവർ ചിന്തിക്കുകയാണ്. കാരണം ഒരു അൺഈവൻഫുൾ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ നടക്കുന്നൊരു ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു നല്ല വെതറുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആയിരിക്കും. പക്ഷേ എന്താണ്, ഇത് കേരളമാണ്, മൺസൂൺ വരും, അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർ ഡെയിലി ഇവരുടെ വീട്ടിലേക്ക് പാരൻസിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം അതാണ്, അവിടെ മഴയുണ്ടോ എന്ന് ചോദിച്ചാണ് ആദ്യമേ കോൺവെർസേഷൻ തുടങ്ങുന്നത്. ദിസ് വാസിൻ്റെ കോൺവെർസേഷൻ ഫില്ലർ ആസ് ഇറ്റ് ടെൻസ് ടു ബി when two people have nothing to say each other. This was a genuine query, for the answer would determine my next set of questions about leaky roofs, slippery paths, power outages, and ground cover that with the rain would take over the land. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു കോൺവെർസേഷൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിട്ട് ഇതൊക്കെ പലരും ചിന്തിക്കുമെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒന്നും സംസാരിക്കാനില്ലാത്തവർ ആദ്യം തുടങ്ങുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ്, പൊതുവായി തുടങ്ങുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് അവിടെ മഴയുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിനെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ്, അതിൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് അവർ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക്, ആ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നത്. എന്താണ്, റൂഫ് ലീക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ വഴുക്കലുണ്ടോ, അതൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പവർ ഔട്ട്റേജസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ അതിൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് ചോദ്യങ്ങൾ വീണ്ടും പോകുന്നത്. On July 17, which was the first day of the Karkidakam month, and when sheets of rain out to be falling as if the end of the world was drawing near, my mother said the skies had loomed a gunmetal grey, but all they had was a minor spell of reluctant rain, and now the sun was shining. Where has the rain gone? She asked. Has it come to you?
അപ്പോൾ ജൂലൈ 17-ാം തീയതി അന്നായിരുന്നു കർക്കിടകം 1-ാം തീയതി എന്ന് പറയുന്നുണ്ട്. ആ ഒരു ജൂലൈ 17-ന് കർക്കിടകം 1 അന്ന് എന്താണ് നമ്മുടെ ഒരു റൈറ്ററിൻ്റെ അമ്മ പറഞ്ഞു, ആ ഒരു ആകാശം നിറയെ കറുത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വലിയ രീതിയിലുള്ള മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചെറുതായിട്ടൊന്ന് ചാറി അതങ്ങ് പോയി. അപ്പോൾ അവർ വിളിച്ചു ചോദിക്കുകയാണ്, ഈ അമ്മ വിളിച്ചു ചോദിക്കുകയാണ്, ഈ മഴ എങ്ങോട്ട് പോയോ എന്തോ, സംസാരിക്കുകയാണ്, ആ ഒരു കോളിൻ്റെ ഇടയിൽ സംസാരിക്കുകയാണ്, ആ മഴ എങ്ങോട്ടോ പോയോ എന്തോ, അങ്ങോട്ട് വന്നോ എന്നൊക്കെയുള്ള സംസാരങ്ങൾ അവരിങ്ങനെ ആലോചിക്കുകയാണ്. ആ ഫ്ലൈറ്റിലിരുന്ന് ആ നേരത്തെ നടന്ന കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ആലോചിക്കുകയാണ്. ബാംഗ്ലൂർ, the city where I live when not in my village, Mundagotukurshi in Kerala, was going through its windy phase. For over a week now, a brutal wind had been sweeping the northern outskirts of the city with a menacing growl. Window shutters banged, doors unlatched themselves around my home, trees creaked and groaned while leaves hissed and whispered. Through night and day, the wind blew, pushing the monsoon clouds away, so a turbulent flight into Kerala indicated possible rains, except that as we descended into Kochi, it seemed to have no rain either. അപ്പോൾ ഇവർ ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇവർ അവരുടെ നാട്ടിലില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്ത് മുണ്ടകോട്ടുകുറിശി എന്ന് പറയുന്ന അവരുടെ നാടിന് പുറത്ത് അവർ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? ആ ഒരു സിറ്റിയിലാണ്, ബാംഗ്ലൂരിലാണ്. അപ്പോൾ ആ ബാംഗ്ലൂരിൽ ഇപ്പോൾ എന്താണ്, ഒരു വിൻഡി ഫേസ് ആണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കാറ്റുള്ള സമയമായിരുന്നു. ഏകദേശം ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ആ ഒരു ജനൽ ചില്ലകളും അല്ലെങ്കിൽ ആ ഒരു ഡോറും ഒക്കെ നല്ല രീതിയിൽ ഫോഴ്സ്ഫുള്ളി കാറ്റടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രീസും എല്ലാം ഇങ്ങനെ ആ ചില്ലകൾ ഒടിയുന്നതും അല്ലെങ്കിൽ മരങ്ങൾ വീഴുന്നതും ഇലകളൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വിൻഡി കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ ആ കാറ്റ് കാലഘട്ടത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഫ്ലൈറ്റിൽ വരുമ്പോൾ ഈ ഒരു ടർബുലൻറ്റ് കാലാവസ്ഥയും കൂടെ കണ്ട്, അല്ലെങ്കിൽ നല്ല കാറ്റും കോളും ഒക്കെ കണ്ട് ഇവർ വിചാരിക്കുകയാണ് എന്തായാലും മഴയുടെ ലക്ഷണമായിരിക്കും, ഇവിടെ കേരളത്തിൽ മഴയുണ്ടാകും, മഴ ഇപ്പോൾ വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകളാണ് ഇവർക്ക്. പക്ഷേ കൊച്ചിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ കൊച്ചിയിലെത്തിയതിന് ശേഷം, ലാൻഡ് ചെയ്തതിന് ശേഷം ഇവർ തിരിച്ചറിയുകയാണ് അവിടെ ഒരു റെയിനും ഇല്ല. The grey skies suggested rain, but the blanched greenery said something else. അപ്പോൾ എന്താണ്, ആ ഒരു കറുത്ത കാർമേഘങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ വിചാരിച്ച റെയിനെ സൂചിപ്പിക്കുന്നതായിരുന്നെങ്കിലും പക്ഷേ ആ ഒരു പ്രദേശത്ത് നോക്കിയപ്പോൾ മറ്റെന്തോ ആണ് സജസ്റ്റ് ചെയ്തത്. എ ഡിഫറൻസ് ദാറ്റ് ലീവ്സ് ഓൺ ഫീലിംഗ് ബോത്ത് ഹെൽപ്ലെസ് ആൻഡ് പവർലെസ്. ഹൗ ഡു യു കോക്സ് എ മൺസൂൺ ടു ഡു വാട്ട് ഇറ്റ് ഔട്ട് ടു ബി ഡൂയിങ്. അപ്പോൾ എന്താണ്, ഒരു മൺസൂൺ കിട്ടേണ്ടത് എന്താണ്, മഴയാണ്. പക്ഷേ അവിടെ ആ സമയത്ത് മഴക്കോളുകളുണ്ട്, അല്ലെങ്കിൽ കാർമേഘങ്ങളുണ്ട്, പക്ഷേ മഴ പെയ്യുന്നില്ല. Not a drop travels with me to my village. When I was last here in June to celebrate the onset of monsoon, which I have done for many years now, the monsoon had failed to break. A few summer storms had escalated the heat, and the meteorological department said that the monsoon was lurking in the Maldives. അപ്പോൾ എന്താണ്, കഴിഞ്ഞ ജൂണിൽ വന്നപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടായി. കാരണം ആ ഒരു മൺസൂൺ മഴ പെയ്യുന്നില്ല. അത് ഒരു കാലാവസ്ഥ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട അവർ പറഞ്ഞതാണ് മൺസൂൺ മാലദ്വീപ്സിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മറുപടിയൊക്കെയാണ് കിട്ടിയത്. The villagers had said that the summer drought had been intense. It's been almost 2 decades since we saw the wells and canals dry up, the water tables fall so low. They had said nothing is as it was, building a few more concrete monstrosities, tile some more front yards and cut down more trees, and in a decade's time, if not earlier, you will be paying for water, as I do in Bangalore, ₹400 for a small tanker of water to supplement the trickle sourced from the community borewell. And here we are, a week into Karkidakam, when fields and canals ought to be overflowing with ditches gurgling like streams, and the monsoon still hasn't planted its feet in the ground. ഇപ്പോൾ എന്താണ്, വില്ലേജേഴ്സ് പറയുകയാണ് ഏകദേശം 20 കൊല്ലമായി, 2 ഡെക്കേഡ്സ് ആയിട്ട് ഇങ്ങനെ ആ ഒരു കനാൽസും കിണറുകളൊന്നും ഡ്രൈ ആകുന്നത് അല്ലെങ്കിൽ വരണ്ട് കിടക്കുന്നതൊന്നും അവർ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് എന്താണ്, കൂടുതൽ ഇതുപോലെയുള്ള വലിയ കെട്ടിടങ്ങൾ പണിയുക, അല്ലെങ്കിൽ മുറ്റങ്ങളെല്ലാം ടൈൽ ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇടുക, അല്ലെങ്കിൽ ആ മരങ്ങൾ വെട്ടിക്കളയുക, അത് അങ്ങനെ കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു 10 വർഷത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ അത്രയൊന്നും പോകേണ്ട, അതിനു മുമ്പ് തന്നെ ഇവർ ബാംഗ്ലൂരിൽ നിന്ന് മേടിക്കുന്ന കണക്ക് ഒരു ടാങ്കറിന് 400 രൂപയോ അതിന് മുകളിലൊക്കെ കൊടുത്ത് വെള്ളം വാങ്ങിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർക്കിടകമായിട്ട് ഒരു ആഴ്ചയായി ഇതുവരെ മൺസൂൺ അതിൻ്റെ കാല് നിലത്ത് കുത്തിയിട്ടില്ല, അല്ലെങ്കിൽ മഴ പെയ്യുന്നില്ല. അറ്റ് ഡസ്ക് മൈ sprightly 85-year-old uncle comes calling.
Here is a man who straddles the past and present with the same ease he does his scooter. He learned to ride one when he was 78. He's seen how the monsoon can turn a village into penury and how its lack can cause the same. We talk about how the monsoon once was. Incessant rain would make everything calmy to the touch. The damp would breathe a mustiness onto cloth and grain, turning stone a mossy green. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവരുടെ ഒരു അങ്കിളുണ്ട്, 85 വയസ്സായി. അപ്പോൾ അദ്ദേഹം ഇതുപോലെ പഴയ കാലങ്ങളിലൊക്കെ പോലെ തന്നെ ഇപ്പോഴും പാസ്റ്റും അറിയാം പ്രസൻറ്റും അറിയാമെന്നുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, മൺസൂൺ ഒരു ഗ്രാമത്തെ ചിലപ്പോൾ പെനുറിയിലേക്ക് എത്തിക്കാൻ പറ്റും, അതുപോലെ തന്നെ അതില്ലെങ്കിലും അതിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹം മൺസൂൺ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. മഴ അതുപോലെ തന്നെ ഒരു കാമി ടച്ച് അല്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ കിട്ടുന്നത് പോലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റോൺ തന്നെ അതിനകത്ത് തന്നെ എന്താണ് മോസി ഗ്രീൻ അല്ലെങ്കിൽ പായലൊക്കെ പിടിപ്പിക്കാൻ ശേഷി ഉണ്ടായിരുന്നതായിരുന്നു പണ്ടത്തെ മൺസൂൺ എന്ന് പറയുന്നത്. To hear my uncle speak of the rain is to realize how real and human the southwest monsoon is to him. Like the much awaited visit by a rich relative that turns into joyless anticlimax, the monsoon has proved to be a disappointment. He accused this year's monsoon of merely Kartikutipova, of making a production of grey skies, rumbling thunder and stillness in the air, and then not showing up. Everything turns to light. A lone firefly weaves patterns of light. I watch the night, waiting for some sign of an impending downpour. Eventually I go to bed. അപ്പോൾ എന്താണ്, അതിനുശേഷം ഒരു റിലേറ്റീവ് ഒക്കെ വരികയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് മൺസൂണിനെ ആ ഒരു കാട്ടിക്കൂട്ടി പോവുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതായത് അങ്ങനെ കൃത്യമായിട്ട് മൺസൂൺ ചെയ്യേണ്ടതുപോലെ അല്ലെങ്കിൽ മൺസൂണിൽ പെയ്യേണ്ട പോലെ മഴയൊന്നും പെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഗ്രേ സ്കൈസും അതുപോലെ തന്നെ ഈ ഇടിമിന്നലും ഇതൊക്കെ ഒന്ന് കാണുന്നേ ഉള്ളൂ, അല്ലാതെ എന്താണ് മഴയൊന്നും പെയ്യുന്നില്ല. ഇപ്പോൾ രാത്രിയായപ്പോൾ ഈ നമ്മുടെ ഓദർ, അതായത് അനിത നായർ എന്താണ് വെയിറ്റ് ചെയ്യുകയാണ്, ആ ഒരു ആകാശത്തേക്ക് നോക്കി. ആകാശത്തൊക്കെ ആണെങ്കിൽ മൺസൂൺ നോക്കി അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നോക്കി നിൽക്കുകയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അവർ അതിപ്പൊന്നും പെയ്യാത്തതുകൊണ്ട് വീണ്ടും കിടക്കാനായി പോവുകയാണ്. I wake to drumming on my tile roof. It's 2 a.m. and the monsoon has finally come calling on me. The prodigal son has found his way home. I pulled the sheet to my chin and snuggled deeper into bed, for that too is one of the many pleasures of the monsoon. When I wake up at daybreak, the music of the rain is still playing, plain and gamaga laden notes, high and low decibels, the stately pace of the Vilambakalam, the center of the Madhyamakalam, the quick trot of the Drutakalam. The rain beckons me into its arms. അപ്പോൾ എന്താണ്, രാവിലെ ഏകദേശം 2 മണിയായപ്പോൾ, വെളുപ്പം കാലത്ത് 2 മണിയായപ്പോൾ ഈ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ ഒരു ഓടിൻ്റെ മുകളിൽ ഇങ്ങനെ മഴത്തുള്ളികൾ വീഴുന്ന സൗണ്ട് കേട്ട് നമ്മുടെ റൈറ്റർ എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം എന്താണ്, ഈ പുതപ്പിലേക്ക് വീണ്ടും ആ ഒരു ബെഡിലേക്ക് ഷീറ്റിലേക്കൊക്കെ കൂടുതൽ താഴ്ന്ന് കിടന്ന് ആ ഒരു മൺസൂണിൻ്റെ പ്ലഷേഴ്സിലൊന്നായ അത് അനുഭവിക്കുകയാണ്. ഈ മഴയത്ത് ആ പുതപ്പ് മൂടി കിടക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴും ആ ഒരു റെയിൻ അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. അവസാനം ആ മഴ എത്തുകയാണ്. അപ്പോൾ ആ ഒരു മഴയുടെ താളങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു മ്യൂസിക്കൽ ആ ഒരു രീതിയിലാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്, മഴയെ അവർ അനലൈസ് ചെയ്യുന്നത്. The rain falls. It make a cup of tea and sit on the swing seat of the veranda. I watch the rain as if it were an exotic migratory bird, afraid to even sigh in pleasure, for I might frighten it away. What tales do each raindrop hold? What lesson will it teach? What gifts will it offer? The magic of the monsoon resonates in me as a sense of well-being. For now, the world is a beautiful place. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരൊരു കപ്പ് ചായ ആയിട്ട് വന്നിട്ട് ആ ഒരു ഊഞ്ഞാലിലേക്ക്, ആ ഒരു ഉമ്മറത്ത് കെട്ടിയിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഇറയത്ത് കെട്ടിയിരുന്ന ആ ഒരു ഊഞ്ഞാലിലേക്ക് ഇരിക്കുകയാണ്. അതിനുശേഷം ആ ഒരു എന്താണ്, ഒരു നാടോടി പക്ഷിയെ പോലെയാണ് അവരെ ആ മൺസൂണിനെ നോക്കി കാണുന്നത്. അവരൊന്ന് നിശ്വാസം ഇടാൻ പോലും അല്ലെങ്കിൽ ശ്വാസം നേരെ ഒന്ന് വിടാൻ പോലും എന്താണ് അവർ ചിന്തിക്കുന്നില്ല. കാരണം എന്താണ്, ആ ഒരു പക്ഷിയെ പേടിപ്പിച്ചാലോ അല്ലെങ്കിൽ അത് പറന്നു പോയാലോ അല്ലെങ്കിൽ മൺസൂൺ പിന്നെ പെയ്യാതിരുന്നാലോ എന്നൊക്കെയുള്ള ചിന്തയിൽ വളരെ കാവ്യാത്മകമായിട്ട് ഇവിടെ പറയുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ് ഓരോ റെയിൻ തുള്ളിയും അല്ലെങ്കിൽ ഓരോ മഴത്തുള്ളിയും എന്താണ്, റെയിൻ ഡ്രോപ്പ് എന്താണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എന്ത് പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്, എന്ത് ഗിഫ്റ്റാണ് ഓഫർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർ തിരിച്ചറിയണം വേൾഡ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ മഴയും കൂടി അങ്ങനെ ആ ഒരു മൺസൂൺ കൂടി പെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നുകയാണ് എന്താണ്, ലോകം വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസ് ആണെന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.